തലമുറ കടന്നു വരുമ്പോ സ്നേഹത്തിന്റെ ആർദ്രതയുടെ പിൻബലമില്ലാത്ത ജീവിത വ്യവഹാരങ്ങൾ വർദ്ധിക്കുമ്പോ അമ്മ പുറന്തള്ളപ്പെടേണ്ട ഒരു വിൽപ്പന ചരക്കായി അധികപ്പറ്റായി മാറുമ്പോ എക്സസ്, ഡിസ്പോസിബിൾ എക്സസ്, ഡിസ്പോസിബിൾ ആണെന്നെന്തും ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയാം. അതാണ് ആധുനിക യുഗത്തിന്റെ ഒരു പേര്. ഉപയോഗം കഴിഞ്ഞാൽ എറിഞ്ഞേക്കണം. എറിയുമ്പോൾ ഒരു മര്യാദയോടെ എറിയണേ. കുടിച്ച വെള്ളത്തിന്റെ കുപ്പി എറിയുമ്പോ നീ ഒരു മര്യാദയോടെ എറിയില്ലേ? വ്യഭിചരിച്ച പെണ്ണിനെ പുറത്തേക്ക് എറിയുമ്പോ വ്യഭിചാരവും കൊലപാതകവും കൂടി നടത്തിയിട്ട് എറിയരുത്. വ്യഭിചരിച്ചു, പിന്നെ ഒരു ഏറ്, അവളെ ഉപയോഗിച്ചു, പീഡിപ്പിച്ചു, പിന്നെ അതിലവരെ കൊല്ലും കൂടി ചെയ്യണം. രണ്ടും കൂടി ഒന്നിച്ചാണ് ഡിസ്പോസ് ചെയ്യാം. ഡിസ്പോസിബിൾ എക്സസ്. അതിലാരൊക്കെ പെട്ടുപോയി? 9.5 മാസത്തെ ഗർഭഭാരങ്ങളുടെ മലമൂത്രങ്ങളുടെ ത്യാഗവുമായിട്ട് നിൽക്കുന്ന മാതാവ് പോലും അതിൽ ഉൾപ്പെട്ടുപോയി. ഞാൻ എന്റെ ജീവിതത്തിൽ ആരോടാണ് ഏറ്റവും വലിയ കൂറ് പുലർത്തേണ്ടതെന്ന് സദസ്സിലൊരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുമ്പോ നിന്റെ മാതാവിനോട് എന്ന് ഉത്തരം വരുമ്പോ, പിന്നെ ആരോട് എന്ന് ചോദ്യകർത്താവ് ആവർത്തിക്കുമ്പോ നിന്റെ മാതാവിനോട് എന്ന് ദൈവദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും മറുപടി ആവർത്തിക്കുമ്പോ, ആദ്യ ഒരു തവണ മാതാവിനോടെന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവില്ലേ? രണ്ടാമത്തെ ആൾ ആരാന്നാണ് ചോദ്യകർത്താവിന് അറിയേണ്ടിയിരുന്നത്. ചോദ്യകർത്താവിന് അറിയേണ്ടത് രണ്ടാമത്തെ ആളാണെന്ന് അറിയാതെയല്ല. ജ്ഞാനിയായ ദൈവദൂതർ മറുപടി കൊടുക്കുന്നത് വീണ്ടും നിസ്സംഗനായിട്ട് അവിടുന്ന് പറയുന്നു നിന്റെ മാതാവിനോട്. മൂന്നാമതും ചോദിക്കുന്നു, പിന്നെ ആരോട്? നിസ്സംഗനായി നിൽക്കുന്നു പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതും അവിടുത്തെ ചുണ്ടുകളിൽ നിന്ന് മറുപടി വരുന്നു നിന്റെ മാതാവിനോട് എന്ന്. ചോദ്യകർത്താവ് അത്ഭുത പരതന്ത്രനായിട്ട് നാലാമതും ആവർത്തിച്ചു ചോദിക്കുന്നു, പിന്നെ ആരോട് എന്ന്. അപ്പോൾ മാത്രം അവിടുന്ന് പറയുന്നു നിന്റെ പിതാവിനോട് എന്ന്. 100 ആള് കൂടി ഒരു സദസ്സിൽ ആരെങ്കിലും പോയി ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൂറ് ആരോടാണ്? ഒരാള് പറയും എന്റെ നേതാവിനോട്, ഒരാള് പറയും എന്നെ രാഷ്ട്രീയത്തിൽ കൈപിടിച്ചു ഉയർത്തിയ ആളോട്, ഒരാള് പറയും എന്നെ വിഷമത്തിൽ സാമ്പത്തികമായി സഹായിച്ച വ്യക്തിയോട്. എത്ര പേര് പറയും 9.5 മാസം ഗർഭത്തിൽ, 9.5 മാസം ആ ചോരയിൽ നിന്ന് ഊർജം, 9.5 മാസം ആ ചോരയിൽ നിന്ന് ആഹാരം,